ആറ്റുകാൽ പൊങ്കാലയർപ്പണ ചടങ്ങുകൾക്ക് പെട്ടെന്ന് തന്നെ തുടക്കമാകും. ശുദ്ധ പുണ്യാക ചടങ്ങാണ് ഇന്ന് രാവിലെ 9:45 ഉണ്ടാകും. 9:45 തന്നെ അടുപ്പുകളിൽ തീ പകരും. തത്സമയ വിവരങ്ങളുമായി നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. സ്മിത ഹരിദാസും മേഘന മുരളിയും സൂര്യഗായത്രിയും വർഷ വിജയനും ലിഡിയ ജേക്കബും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ തത്സമയം ചേരാൻ സജ്ജമായി കഴിഞ്ഞു. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. സ്മിത, പൊങ്കാല അടുപ്പുകളിൽ തീ പടരുന്നതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരുമായി പറയാൻ സജ്ജമായി കഴിഞ്ഞോ? അല്പസമയത്തിനകം തന്നെ ഈ പ്രശസ്തമായി ഇത്രയും കാലം ഭക്തജനങ്ങൾ കാത്തിരുന്ന പൊങ്കാല അടുപ്പിൽ തീ പകരുന്ന, അഗ്നി പകരുന്ന ആ സമയം അടുക്കും. ഇപ്പോൾ ശുദ്ധപുണ്യാഹം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായി ഇപ്പോൾ ഭക്തരെ പ്രവേശിപ്പിക്കുന്നില്ല. അത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസത്തെ ശുദ്ധപുണ്യാഹം. ശുദ്ധപുണ്യാഹത്തിന് ശേഷം അടുപ്പുകെട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ ഈ പൊങ്കാല അടുപ്പിലേക്ക് അത് തിടപ്പള്ളി ശ്രീകോവിലിൽ നിന്ന് ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തിയാണ് ശ്രീകോവിലിൽ നിന്ന് അഗ്നി പകർന്ന് അത് തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് ആദ്യം അഗ്നി പകരുന്നു. അതിനുശേഷം വലിയ തിടപ്പള്ളിയിലേക്ക് കൂടി അഗ്നി പകർന്ന് അതിനുശേഷമാണ് ഈ പൊങ്കാല അടുപ്പ് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങുണ്ടാവുക. അപ്പൊ അതിനായി ഇവിടെ എല്ലാവരും മിനിസ്റ്ററുണ്ട്, ദേവസ്വം മിനിസ്റ്റർ VN വാസവനുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുണ്ട്, കോർപ്പറേഷൻ മേയർ VV രാജേഷ്, അങ്ങനെ കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമാണ്, കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിനു ശേഷം ആദ്യമായാണ് അവർ ഇത്തവണ ആറ്റുകാൽ പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൂടാതെ വിവിധ ജനപ്രതിനിധികളുണ്ട്, ചാണ്ടി MLA ഉണ്ട്, ട്രസ്റ്റിന്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ ഭണ്ഡാര അടുപ്പിന്റെ സമീപത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭണ്ഡാര അടുപ്പിന് തൊട്ടടുത്തുള്ള വലിയ ദീപസ്തംഭത്തിൽ എല്ലാ തിരികളും തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഇനിയിപ്പോൾ ചടങ്ങ് കഴിയുന്നതുവരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള ദർശനമില്ല. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ ഈ ചടങ്ങ് ദർശിക്കാനും ഒപ്പം തന്നെ പൊങ്കാലയിടുന്നതിനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് നിന്ന് തിടപ്പള്ളിയിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഭണ്ഡാര അടുപ്പിൽ പകർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കരിമരുന്ന് പ്രയോഗമുണ്ടാകും. അത് നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള ഒരു അറിയിപ്പാണ്. അവരുടെ പൊങ്കാല നിവേദ്യത്തിനുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി എന്നുള്ളതിന് അറിയിപ്പാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇടവിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണം. കാരണം ഡീഹൈഡ്രേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുഴഞ്ഞു വീഴുന്നവരെയൊക്കെ അപ്പോഴപ്പോൾ എത്തിക്കാനായി ആംബുലൻസ് സജ്ജീകരണങ്ങളുണ്ട്. മെഡിക്കൽ ടീം, ഒരു വിപുലമായ മെഡിക്കൽ ടീം തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഭക്തജനങ്ങൾ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങിലേക്ക് നമ്മൾ കടക്കും. കൃത്യം 10 മണിക്കാണ് ആ ചടങ്ങുണ്ടാവുക. ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങ്, അതിന് തൊട്ടു മുൻപുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തോറ്റൻപാട്ടിൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം, ആ ഭാഗം ഇന്ന് തോറ്റൻപാട്ട് പാടി അവസാനിപ്പിച്ച് കഴിയുമ്പോഴാണ് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. അതൊരു പ്രതീകമായാണ് ദേവിയുടെ കോപത്തിനിരയായ പാണ്ഡ്യരാജാവിന്റെ മധുരാപുരി ചുട്ടരിച്ചിട്ട് ദേവി വരുന്ന വരവാണ്. കൊടുങ്ങല്ലൂർ അമ്മയാണ് ഇവിടെ ഉള്ളതെന്നാണ് ഐതിഹ്യം. അപ്പൊ ഐതിഹ്യവും ചരിത്രവും അതുപോലെ വിശ്വാസവും സാഹോദര്യവും മൈത്രിയും ഭക്തിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എത്രയോ കാലമായി ജനങ്ങൾ കാത്തിരുന്ന് വരുന്നവരുണ്ട്. എല്ലാ വർഷവും കൃത്യമായി പൊങ്കാല അർപ്പിക്കാൻ വരുന്നവരുണ്ട്. ഇവിടെ വന്നാൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം കാണാം. ജാതിമത ഭേദചിന്തയില്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരാണെങ്കിലും വിവിധ ഭിന്നാഭിപ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരേ വേദിയിൽ എന്നുള്ള പോലെ ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.